ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാകും എന്താണ് അഷ്കർ ഇവിടെ കുത്തിയിരുന്ന് എഴുതുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ മോൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഒന്ന് പേരെഴുതുകയാണ്. കാരണം നാളെ സ്കൂൾ തുറക്കുകയല്ലേ, അപ്പോൾ മാറിപ്പോകണ്ടാവല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്തിരുന്നു. ബാഗ്, ബോട്ടിൽ, എറേസർ, അങ്ങനെ പൗച്ച്, കുറച്ച് സാധനങ്ങളിൽ നമ്മൾ പേരെഴുതിയിരുന്നു. പിന്നെ ഈ കാണുന്നത് വാട്ടർ പ്രൂഫിൻ്റെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇത് വെച്ചായിരുന്നു നമ്മൾ ടെക്സ്റ്റും ബുക്കും ഒക്കെ പൊതിയിട്ടിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. വാട്ടർ പ്രൂഫിൻ്റെ ആയിരുന്നു. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വാങ്ങിയതായിരുന്നു. നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞാപ്പിമോളുടെ സ്കൂളിലെ ഫസ്റ്റ് ദിവസത്തെ രാവിലെയാണ് കാണുന്നത്. രാവിലെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റിട്ട് നല്ല അലമ്പായിരുന്നു. അസുഖമായിരുന്നെങ്കിൽ കുഞ്ഞാമ്മളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പൗഡർ ഫുൾ അവൻ മുഖത്തും അവിടെയെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാമ്മളാണെങ്കിൽ മോൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കുകയായിരുന്നു. കുറച്ച് വള, മാല, ബുഷ്, കമ്മൽ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. അതൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മോളെ ഒരുക്കിയിട്ട് കണ്ടാലോ. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും കടലയുമായിരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ നിൽക്കുകയായിരുന്നു. കുഞ്ഞാമോൾ ഫുഡ് കഴിച്ച സമയത്ത് അസുഖം കുളിച്ച് റെഡിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാളും ഹാപ്പി ആയിരുന്നു. കുഞ്ഞാമോളാണ് സ്കൂളിൽ പോകുന്നതെങ്കിലും അസുഖമായിരുന്നു ഡബിൾ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ആയിരുന്നു സ്കൂളിൽ പോയത്. ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരം മാത്രമേ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് കുട്ടികളെയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ എത്താറായി. അങ്ങനെ 2 മാസത്തിന് ശേഷം കുഞ്ഞാമ്മോള് സ്കൂളിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണുന്ന സന്തോഷത്തിലായിരുന്നു കുഞ്ഞാമോൾ. ഗവൺമെൻറ് UPS ചിറ്റൂർ ഇടപ്പള്ളിക്കോട്ട, ഇതായിരുന്നു കുഞ്ഞാമ്മയുടെ സ്കൂള്. ഈ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. അങ്ങനെ സ്കൂളിലെ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് കുഞ്ഞാമ്മയുടെ സ്കൂളിലെ ചെറിയൊരു പാർക്കാണ്. അസുഖം വന്നപ്പോൾ തൊട്ട് അതിൽ തന്നെയായിരുന്നു നോട്ടം. ഇതിനു മുൻപ് അസുഖം അതിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇതെൻ്റെ ഇക്കക്കാടെ മക്കൾസാണ്. ഇത് വൈഫാണ്. അപ്പോൾ എൻ്റെ ഇക്കക്കാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ കുഞ്ഞാമ്മയുടെ ഫ്രണ്ട്സാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഹായ് പറയുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം പരസ്പരം കണ്ടതിന് സന്തോഷത്തിലായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ ആദ്യമായി LKG ചേർന്ന കുഞ്ഞുങ്ങളുമായിട്ട് ചെറിയൊരു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗവുമായി ചെറിയൊരു റാലി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം കുഞ്ഞു മക്കളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവർ വരുന്നത് കാണാൻ. ബലൂൺ കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അതിനിടയ്ക്ക് കുഞ്ഞാമോള് അസുഖത്തിന് ഒരു ബലൂൺ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വാഗതാശംസയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ വീണ്ടും വന്ന് ബലൂണൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ നമ്മളിവിടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു പാർക്കിൽ കുറേ കുഞ്ഞുങ്ങൾ കയറുന്നത് കണ്ടിട്ട് കുഞ്ഞാമോളും വന്നിട്ട് ചോദിച്ചു. അങ്ങനെ കുഞ്ഞാമോളും അസുഖവും മക്കൾസ് എല്ലാം കൂടി പാർക്കിൽ കളിക്കുകയാണ്. അസുഖം നല്ല ഹാപ്പി ആയിരുന്നു. കാരണം പാർക്കിൽ കളിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മെയിനായിട്ട് വരുമ്പോൾ തന്നെ പറയുന്നത് ഇവിടെ കയറി കളിക്കണം എന്നായിരുന്നു. അങ്ങനെ മക്കൾസ് എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. മക്കൾസ് എല്ലാം കളിക്കുകയായിരുന്നു.
അങ്ങനെ മക്കൾസൊക്കെ കുറച്ച് നേരം പാർക്കിൽ കളിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റേജിലോട്ട് പോവുകയായിരുന്നു. സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. ഇതായിരുന്നു കുഞ്ഞാമ്മയുടെ 2ാം ക്ലാസ്. ഇതായിരുന്നു കുഞ്ഞാപ്പിയുടെ മുൻപത്തെ പ്രിൻസിപ്പൽ മാഡം. റിട്ടയർഡ് ആയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇത് കുഞ്ഞാമ്മയുടെ 2ാം ക്ലാസ് ആണ്. അവളുടെ കൂടെ അവനും കയറിയിരിക്കുകയാണ്. അങ്ങനെ 2ാം ക്ലാസ്സിൽ നിന്ന് മോളെ 3ാം ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അതിനുശേഷം അവിടെ ക്ലാസ്സൊക്കെ മാറ്റിയിരുത്തിയതിനു ശേഷം കുഞ്ഞിന് പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 2ആളും കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴയൊക്കെ ഇല്ലായിരുന്നു, മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തായും മക്കൾസും പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പോയ പോലെ ഒന്നും അല്ല കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. വെയിലത്ത് കിടന്ന് പാർക്കിലുമൊക്കെ കളിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമാണ് ആളുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.